കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൂട്ടമാനഭംഗത്തിനിരയായെന്ന് മാതാപിതാക്കൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിലെ മുറിവുകൾ വ്യക്തമാക്കുന്നത് ഒന്നിലധികം പേരുടെ സാന്നിധ്യമാണെന്നും കുടുംബം ആരോപിച്ചു. അതിനിടെ കേസ് അന്വേഷണം ഏറ്റെടുത്ത CBI മെഡിക്കൽ കോളേജിലെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്നും രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി. കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സംശയം പ്രകടിപ്പിച്ചത്. മകൾ കൂട്ടമാനഭംഗത്തിനിരയായതായി ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മകൾക്ക് നേരെ നടന്നത് അതിക്രൂരമായ ആക്രമണമാണ്. ശരീരത്തിലെ മുറിവുകൾ വ്യക്തമാക്കുന്നത് ഒന്നിലധികം പേരുടെ സാന്നിധ്യമാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുടുംബം ആരോപിക്കുന്നു. തലയുടെ പല ഭാഗങ്ങളിലും കടുത്ത ആഘാതമേറ്റതിന്റെ അടയാളങ്ങളുണ്ട്. ശക്തമായ മൽപ്പിടുത്തം നടന്നതിന്റെയും വായ പൊത്തിപ്പിടിച്ചതിന്റെ ലക്ഷണമുണ്ട്. സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും 150 മില്ലിഗ്രാം പുരുഷ സ്രവം ലഭിച്ചത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം സംശയിപ്പിക്കുന്നതായും മാതാപിതാക്കൾ ഹർജിയിൽ പറയുന്നു. കൂട്ടബലാത്സംഗത്തിന്റെ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെന്ന് ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഓഫ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അഡീഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ സുബർണ ഗോസ്വാമിയും ചൂണ്ടിക്കാട്ടി. കേസിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കേസന്വേഷണം ആരംഭിച്ച CBI സംഘം പ്രതി സഞ്ജയ് റോയിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ്. മെഡിക്കൽ, ഫോറൻസിക് വിദഗ്ധരടക്കം ഉൾപ്പെടുന്ന 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം. സംഭവം നടന്ന RG-കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വിശദമായ പരിശോധനകളും ഫോറൻസിക് വിദഗ്ധർ നടത്തി. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം രാജ്യവ്യാപകമായി തുടരുകയാണ്. ബംഗാൾ, ദില്ലി, മഹാരാഷ്ട്ര, തെലങ്കാന സംസ്ഥാനങ്ങളെല്ലാം OPD ബഹിഷ്കരിച്ചാണ് റെസിഡന്റ് ഡോക്ടർമാരുടെ പ്രതിഷേധം. കൊലപാതകത്തിൽ മമതാ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഇരയ്ക്ക് നീതി നൽകുന്നതിന് പകരം പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.